Dear students, have a nice time. Today we will discuss about inverse functions. So what do you mean by an inverse function? Suppose you have a function y equal to f of x. Then the function g is the inverse of f if x equal to g of y. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇതൊന്ന് ക്ലിയർ ആക്കാൻ ശ്രമിക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ y ഈക്വൽ ടു എക്സ് പ്ലസ് ടു. ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടു എന്നതാണ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഇവിടെ എക്സ് പ്ലസ് ടു ആണ്. സോ ആ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വാട്ട് വിൽ ബി എക്സ് എന്ന് കണ്ടുപിടിക്കുകയാണ്. y ഈക്വൽ ടു എക്സ് പ്ലസ് ടു ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് y മൈനസ് ടു ആയിരിക്കും. സോ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനാണ് y ഈക്വൽ ടു എക്സ് പ്ലസ് ടു എങ്കിൽ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് ജി ആയിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ ജി വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് y, ജി ഓഫ് y ഈക്വൽ ടു y മൈനസ് ടു. അതായത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവുന്ന സമയത്ത് എക്സ് എന്താണോ അതിനെയാണ് നമ്മൾ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആയിട്ട് പറയുന്നത്. സോ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ഇവാലുവേറ്റ് വാട്ട് വിൽ ബി എക്സ്. So the inverse function to a function f is a function g for which g of y equal to x when y equal to f of x and vice versa. ഇനി ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിന് എങ്ങനെയാണ് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നത് നോക്കാം. y equal to f of x ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ആണ് g എന്ന ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. ആ ഇൻവേഴ്സിനെ നമ്മൾ സാധാരണ കൊടുക്കുന്ന നൊട്ടേഷൻ f ഇൻവേഴ്സ് എന്നാണ്. So the inverse function to a function f is denoted by f inverse. നമ്മൾ അതിനെ g എന്ന മറ്റൊരു പേരിട്ട് വിളിക്കേണ്ടതില്ല, പകരം f എന്ന ഫംഗ്ഷൻ ഇൻവേഴ്സ് f ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ എഴുതുന്നു. സോ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഐ മേ റൈറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് y ഈക്വൽ ടു എക്സ്. സോ y ഈക്വൽ ടു എക്സ് പ്ലസ് ടു ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടു ആണ്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് y becomes x. So this is equal to y minus 2. Now let us have an example. F of x equal to x square plus 2x plus 3. I have to find f inverse of x. So f inverse കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് x equal to എന്ന ഫോമിൽ ഈ കാണുന്ന എക്സ്പ്രഷനെ മാറ്റി എഴുതലാണ്. So first of all we will take y as f of x. y equal to x square plus 2x plus 3. So I have to find x. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഇക്വേഷനെ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നു. വേരിയബിൾ എക്സ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട്. സോ ദിസ് എക്സ്പ്രഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 മൈനസ് y ഈക്വൽ ടു 0. സോ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഇൻ എക്സ് ആണ് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ് 3 മൈനസ് y. ആ തരത്തിൽ ഈ കാണുന്ന ഇക്വേഷനെ കൺസിഡർ ചെയ്യാം. സോ വാട്ട് വിൽ ബി എക്സ്? എക്സ് ഈക്വൽ ടു we will use the formula minus b plus or minus root of b square minus 4ac by 2a. If the equation is ax square plus bx plus c equal to 0. So here x equal to minus 2 plus or minus root of b square minus 4 into 1 into 3 minus y divided by 2 into 1, that is 2. So this is minus 2 plus or minus 4 can be taken outside the square root. So it is become 2 into root of 1 minus 3 minus y the whole divided by 2. So this 2 cancel. So it becomes minus 1 plus or minus square root of y minus 2. So this is the expression we got for x. So we have x equal to minus 1 plus or minus root of y minus 2. ഇനി നമുക്ക് എന്താണ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് എഴുതണം. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷനാണ് ആക്ച്വലി എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ആയിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. പക്ഷേ ഇവിടെ രണ്ട് ആൻസർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മൈനസ് 1 പ്ലസ് റൂട്ട് ഓഫ് വൈ മൈനസ് 2 എന്നും മൈനസ് 1 മൈനസ് റൂട്ട് ഓഫ് വൈ മൈനസ് 2 എന്നും. അപ്പോൾ ആദ്യത്തെ ആൻസർ ആയിട്ട് ഞാൻ എടുക്കുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് റൂട്ട് ഓഫ് വൈ മൈനസ് 2 കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. ഈ കാണുന്ന ഒരു എക്സ്പ്രഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് വന്നെങ്കിലേ പറ്റുള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് ഇൻറ്റിജർ ഇസ് നോട്ട് ഡിഫൈൻഡ് ഫോർ റിയൽ നമ്പേഴ്സ്. സോ ഈ കാണുന്ന ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ y ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. സോ ഈ കാണുന്ന ആൻസർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട്. So the answer is f inverse y equal to minus 1 plus root of y minus 2 where y greater than or equal to 2. ഇവിടെ y greater than or equal to 2 ആവുന്ന സമയത്ത്
വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എക്സ്? എക്സ് എന്ന് പറയുന്നതാണ് എഫ് ഇൻവേഴ്സ് വൈ ഇവിടെ. സോ ഈ കാണുന്ന എക്സ്പ്രഷനിൽ വൈക്ക് 2ഓ അതിലധികമോ ഉള്ള നമ്പറാണ് ലഭിക്കുന്നതെങ്കിൽ സ്ക്വയർ റൂട്ടിനുള്ളിലുള്ള ഈ എക്സ്പ്രഷൻ 2 ആണെങ്കിൽ 0 ആയി മാറും, അല്ലെങ്കിൽ 0യേക്കാൾ വലിയൊരു നമ്പറാണ് ഇവിടെ വരിക. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഹിയർ എക്സ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. കാരണം -1 കൂടി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ. അതായത് ഈ കാണുന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഈ കാണുന്നതാണ് അതിൻ്റെ ഇൻവേഴ്സ് ആവണമെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഫംഗ്ഷൻ നമ്മൾ -∞ മുതൽ ഇൻഫിനിറ്റി വരെ എടുക്കാനാവില്ല. ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആവുന്ന സമയത്ത് അതിൻ്റെ ഇൻവേഴ്സ് വരുന്നത് ഈ ഫംഗ്ഷനാണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. അതുപോലെ ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മറ്റൊരു ഇൻവേഴ്സ് കൂടി എഴുതാനാവും. എഫ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു -1 മൈനസ് റൂട്ട് ഓഫ് y -2 എന്ന ഒരു ആൻസർ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയും സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് വരുത്താനായി നമ്മൾ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവുമ്പം സ്ക്വയർ റൂട്ടിലുള്ള ഈ ഒരു എക്സ്പ്രഷൻ ഇവിടെ പോസിറ്റീവ് എക്സ്പ്രഷനാണ് വരുന്നത്. -1 മൈനസ് എ പോസിറ്റീവ് എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് എക്സ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അതായത് ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 2x+3 എന്ന ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആവുന്ന പാർട്ട്, ആ ഒരു പാർട്ടിലേക്ക് മാത്രമായി നമ്മൾ ആ ഫംഗ്ഷനെ ഒതുക്കി നിർത്തുകയാണെങ്കിൽ ആ സമയത്തുള്ള ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഇതാണ് വരുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആവുന്ന സമയത്തുള്ള ഇൻവേഴ്സ് ഈ ഫംഗ്ഷനാണ് വരുന്നത്. നമുക്കത് ജോമെട്രിക്കലി ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x+3 എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആവുന്ന ഭാഗമാണ് ഈ ബോൾഡ് ലൈനിൽ കാണുന്നത്. ഈ ഒരു പാർട്ട് മാത്രമായി നമ്മൾ ഈ ഫംഗ്ഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഇൻവേഴ്സ് ആണ് ഈ ഭാഗത്ത് കാണുന്നത്. അതായത് എക്സ് ഈക്വൽ ടു -1 പ്ലസ് റൂട്ട് ഓഫ് y -2 എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. ഇവിടെ എക്സ് ഈക്വൽ ടു ഫോമിലാണ് ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് വൈ ആക്സസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് ഇത് എക്സ് ആക്സസും ഇത് വൈ ആക്സസും ആയിട്ടാണ്. ഇവിടെ തിരിച്ച് ഇത് വൈ ആക്സസും ഇത് എക്സ് ആക്സസും ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ അതിന് ഇൻവേഴ്സിലെ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അതുപോലെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആവുന്ന സമയത്തിനുള്ള ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയുള്ള ഇൻവേഴ്സ് ആണ് ഇവിടെ ഡോട്ടഡ് ലൈനായിട്ട് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു -1 മൈനസ് റൂട്ട് ഓഫ് y -2 ആയിരിക്കും. Now let us have some more examples. Find the inverse of each of the functions in the given interval. First function f of x equal to 2x plus 5 on -4, 4. So we may take y equal to 2x plus 5 and we have to equate the expression for x. So we have 2x equal to y minus 5 or x equal to 1/2 into y minus 5. So we may write f inverse y equal to 1/2 into y minus 5. ഇനി നമ്മളോട് എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ വേരിയബിൾ y എന്ന വേരിയബിൾ മാറ്റിയിട്ട് y കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ x ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/2 into x minus 5. Second one, f of x equal to -1/3x plus 2. So we will have y equal to -1/3x plus 2 or 1/3x equal to 2 minus y or x equal to 3 into 2 minus y. Therefore f inverse y equal to 3 into 2 minus y. Or we have f inverse x equal to 3 into 2 minus x. Now third one, f of x equal to x raised to 5, that is we have y equal to x to the power 5 or x equal to y raised to 1/5. Or we have f inverse y equal to y raised to 1/5 or f inverse x equal to x raised to 1/5. And the last one, f of x equal to x power 8, that is y equal to x power 8 or x equal to y raised to 1/8 or f inverse y equal to y raised to 1/8. Another problem, find an inverse function g for f of x equal to x square plus 2x plus 1 on some interval containing 0. What is g of 9 and what is g of x?
So it is here given that f of x equal to x square plus 2x plus 1, or you may take y equal to x square plus 2x plus 1. And we may change this equation as a quadratic expression of the form x square plus 2x plus 1 minus y equal to 0. And we will solve for x. And x equal to minus 2 plus or minus root of b square minus 4a into c divided by 2, or this is minus 2 plus or minus, here root 4 is 2, it may taken outside, 2 into root of 1 minus of 1 minus y divided by 2, and 2 cancels and we have minus 1 plus or minus root of 1 minus 1 becomes 0, and minus of minus y is y. ഇവിടെ നമ്മൾ റെസ്ട്രിക്ഷൻ കൊടുക്കേണ്ടതുണ്ട്, കാരണം റൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് പോസിറ്റീവേ വരാനാവുള്ളൂ. സോ y is greater than or equal to 0. സോ ഒരു സൊല്യൂഷൻ വരാവുന്നത് x ഈക്വൽ ടു മൈനസ് 1 പ്ലസ് റൂട്ട് y എന്നാണ്. അതിൽ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഇതൊരു പോസിറ്റീവ് എക്സ്പ്രഷനാണ്. മൈനസ് 1ൻ്റെ കൂടെ ഒരു പോസിറ്റീവ് എക്സ്പ്രഷൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1 എന്നാണ് ലഭിക്കുക. ഇനി രണ്ടാമതായിട്ട് വരാവുന്ന എക്സ്പ്രഷൻ x ഈക്വൽ ടു മൈനസ് 1 മൈനസ് റൂട്ട് y എന്നാണ്. ഇവിടെയും y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് പോസിറ്റീവ് ആക്കി നിർത്താൻ വേണ്ടി y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുത്തു. പോസിറ്റീവ് ആയുള്ള ഒരു എക്സ്പ്രഷൻ മൈനസ് 1ൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഹിയർ x is ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1. പക്ഷേ നമ്മളോട് ഇവിടെ പറഞ്ഞത് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓൺ സം ഇൻ്റർവെൽ കണ്ടെയ്നിങ് 0 എന്നാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1 ആവുന്ന സമയത്താണ് നമുക്കതിൽ 0 ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷനാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന ഒരു ഇൻ്റർവെലും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1 ആവുന്ന ഒരു ഇൻ്റർവെലും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1 ആവുന്ന ഒരു ഇൻ്റർവെല്ലുമാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. അതിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1 ചൂസ് ചെയ്താൽ മാത്രമേ അതിൽ 0 നമുക്ക് ഉൾക്കൊള്ളിക്കാനാവുള്ളൂ. സോ വി വിൽ ചൂസ് ദിസ് സൊല്യൂഷൻ and we have g of x equal to minus 1 plus root y. So it is g of y. And therefore g of x equal to minus 1 plus root x. We are asked to find g of 9. So let's substitute here. G of 9 is minus 1 plus root 9. Root 9 is 3. So minus 1 plus 3, that is 2. Another problem is sketch the graph of the inverse function for which the function is given here. ഇവിടെ ഫംഗ്ഷൻ്റെ ഇക്വേഷനൊന്നും തന്നിട്ടില്ല, ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ടാവുക എന്ന് മനസ്സിലാവുക. നമ്മൾ മുമ്പ് ചെയ്തൊരു എക്സാമ്പിളിലൂടെ വീണ്ടും കടന്നു പോവാം. ഇവിടെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് ഇത് എന്ന് മുമ്പ് പറഞ്ഞിരുന്നു. ഈ രണ്ട് ഗ്രാഫ്സ് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എക്സ് വൈ ആക്സസ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഓർക്കുക. അതിനുശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ എക്സ് ഒറിജിനിലൂടെ കടന്നു പോകുന്ന 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈന് നിങ്ങൾ മനസ്സിൽ കാണും. ആ ലൈന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ രണ്ട് സൈഡിലും സിമെട്രിക് ആയിട്ട് വരുന്ന രീതിയിലാണ് ഈ രണ്ട് ഗ്രാഫുകൾ നിൽക്കുന്നത്. അതായത് ഈ ഒരു ഗ്രാഫ് ഞാൻ ഈ ഗ്രാഫിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ രണ്ട് ഗ്രാഫുകളും ഈ കാണുന്ന ലൈനിന് രണ്ട് സൈഡിലും സിമെട്രിക്കൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ ഈ ആക്സസ് കറക്റ്റ് ഫ്ലിപ്പ് ചെയ്ത പോലെയാണ് നമ്മുടെ ഗ്രാഫ് നിൽക്കുക. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. നൗ വി ഹാവ് ടു സ്കെച്ച് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് ദിസ് ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒറിജിനിലൂടെ കടന്നു പോകുന്ന ഒരു 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈന് കൺസിഡർ ചെയ്യുന്നു. ഈ ലൈനിന് രണ്ട് ഭാഗത്തും മിറർ ഇമേജ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഗ്രാഫിന് തിരിച്ച് ഈ സൈഡിലേക്ക് വരയ്ക്കുന്നു. ദാറ്റ് വിൽ ബി ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ. കൂടെ എക്സ് വൈ ആക്സസ് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. സോ ഇൻവേഴ്സ് ഓഫ് ദിസ് ഗ്രാഫ് ഇസ് ദിസ് വൺ. ഓക്കെ, നൗ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഇസ് ദിസ് ഫംഗ്ഷൻ ഇറ്റ് സെൽഫ്. കാരണം ഇവിടെ നമ്മൾ ഒറിജിനിലൂടെ കടന്നു പോകുന്ന 45 ഡിഗ്രി ഇൻക്ലൈൻഡിൽ ലൈന് വരച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഗ്രാഫ് ഈ ലൈന് സിമെട്രിക്കലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ മിറർ ഇമേജ് എടുത്താലും അത് അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ എക്സ് വൈ ആക്സസ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. സിമിലർലി ഹിയർ ഓൾസോ യു ക്യാൻ സീ ദാറ്റ് വി ആർ ജസ്റ്റ് ഫ്ലിപ്പിംഗ് ദ ഗ്രാഫ് വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ വൈ ഈക്വൽ ടു എക്സ്. അത്തരത്തിലാണ് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് തന്നിരുന്നാൽ അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇനി there is a simple geometric test for invertibility. A function is invertible if each horizontal line meets the graph in at most one point.
നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ഒരു എക്സാമ്പിളിൽ ഈ ഗ്രാഫിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഇൻവേഴ്സ് ഇതായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഈ ഒരു ഭാഗമാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് താഴെയുള്ള ഈ ഭാഗമായിരിക്കും എന്ന് പറഞ്ഞു. അല്ലാതെ ഈ ഫംഗ്ഷന് മുഴുവനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാനാവില്ല. സോ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടിരുന്നാൽ അതിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാകുമോ എന്നറിയാനുള്ള എളുപ്പ വഴിയാണ് എക്സ് ആക്സിസിന് പാരലലായിട്ട് നിങ്ങൾ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരുന്നാൽ അത് ഗ്രാഫിന് അറ്റ്മോസ്റ്റ് ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രാഫിനെ ഈ ഭാഗമായിട്ട് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഹൊറിസോണ്ടൽ ലൈന് വരച്ചാലും അത് ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുള്ളൂ. സോ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വരയ്ക്കാവുന്ന എല്ലാ പാരലൽ ലൈൻസും എക്സ് ആക്സിസിന് പാരലലായുള്ള പോസിബിളായുള്ള എല്ലാ പാരലൽ ലൈൻസും വരയ്ക്കുന്ന സമയത്ത് ഗ്രാഫിനെ അറ്റ്മോസ്റ്റ് ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ ഗ്രാഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാവുന്ന ഒരു ഗ്രാഫാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊന്നും പാരലൽ ലൈന് വരച്ചാൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാവുന്നില്ല. പക്ഷേ ചില പോയിന്റ്സിലൂടെ വരയ്ക്കുന്ന സമയത്ത് അത് പാരലൽ ലൈന് ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ. അതിൻ്റെ ഡൊമെയിൻ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ടാമത്തെ പോയിന്റ് ടച്ച് ചെയ്യുന്നതിന് മുമ്പുള്ള ഈ ഒരു പോയിന്റ് വരെ നമ്മൾ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാവും? ഇൻവേഴ്സ് കാണാനാവും. ഈ ഫംഗ്ഷൻ ഇങ്ങനെ തന്നെയുള്ളൊരു ഫംഗ്ഷന് മുഴുവനായി ഡൊമെയിൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാവില്ല. ഈ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഏതൊരു പാരലൽ ലൈനും ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഫംഗ്ഷൻ ഇസ് ഇൻവേർട്ടിബിൾ. ഇപ്പോൾ ഒരു ഗ്രാഫ് കണ്ടിട്ട് ആ ഫംഗ്ഷന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാകുമോ എന്നറിയണമെങ്കിൽ വി വിൽ ഡ്രോ ഓൾ പോസിബിൾ ലൈൻസ് പാരലൽ ടു ദ എക്സ് ആക്സിസ് ആൻഡ് ദാറ്റ് ലൈൻ ഷുഡ് ടച്ച് ദ ഗ്രാഫ് at most at one point. Now you may easily conclude that this function is invertible. This is not invertible because here there is a parallel line to x-axis which touches the line in more than one point. And here also the function is not invertible. So ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് തന്നിരുന്നാൽ നമുക്ക് ആ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാം. Now how can we conclude a graph is invertible if the expression for f is given? That is, f is given in the form y equal to f of x. For that we will use inverse function test. Suppose that f is continuous on closed interval ab and f is increasing at each point of open interval ab. Then f is invertible on closed interval ab and the inverse f inverse is defined on the interval f of a f of b. If f is decreasing rather than increasing at each point of open interval ab, then f is still invertible. In this case the domain of f inverse is f of b f of a. അതായത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലുള്ള ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അതായത് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇത്തരത്തിൽ ഇൻക്രീസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. കൂടാതെ എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എ എഫ് ഓഫ് ബി ആയിരിക്കും. ക്ലോസ്ഡ് ഇൻ്റർവെൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബി. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻ എഗെയിൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. പക്ഷേ അത് ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആയിരിക്കും. അവിടെ എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ബി എഫ് ഓഫ് എ ആയിരിക്കും. കാരണം സ്വാഭാവികമായും എഫ് ഓഫ് ബി ആണ് ചെറിയ നമ്പർ വരുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻ്റർവെല് പറയുന്ന സമയത്ത് എഫ് ഓഫ് ബി ആയിരിക്കും ആദ്യം എഴുതേണ്ടി വരിക. ഇൻ്റർവെല്ലിൽ നമ്മൾ ചെറിയ നമ്പർ എഴുതിയ ശേഷമാണ് വലിയ നമ്പർ എഴുതാറുള്ളത്. സോ ഡൊമെയിൻ നമുക്ക് എഫ് ഓഫ് ബി എഫ് ഓഫ് എ എന്ന ഫോമിലാണ് വരിക. ഒരു ഫംഗ്ഷൻ തന്നിരുന്നാൽ അത് ഇൻവേർട്ടിബിൾ ആണോ എന്നറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ തന്നിരിക്കുന്ന ഇൻ്റർവെൽ ഏതാണോ ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. കൂടാതെ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ അല്ല ഡിക്രീസിങ് ആണോ, ഏതായാലും കുഴപ്പമില്ല. ഒന്നുകിൽ എല്ലാ പോയിൻറ്റ്സിലും ഇൻക്രീസിങ് ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാ പോയിൻറ്റ്സിലും ഡിക്രീസിങ് ആയിരിക്കണം. ഇനി ഫംഗ്ഷൻ ചില പോയിൻറ്റ്സിൽ ഇൻക്രീസിങ്ങും ചില പോയിൻറ്റിൽ ഡിക്രീസിങ്ങും ആവുകയാണെങ്കിൽ ആ സമയത്ത് ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവില്ല. കാരണം നമുക്ക് എക്സ് ആക്സിസിന് പാരലലായുള്ള ലൈൻ വരച്ചാൽ അത് ഗ്രാഫിന് ഒന്നിലധികം പോയിൻറ്റ്സിൽ മീറ്റ് ചെയ്യും. അതുകൊണ്ട് ആ കേസിൽ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവില്ല. ഒന്നുകിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് ആയിരിക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഡിക്രീസിങ് ആയിരിക്കണം. ആ കേസിൽ നമ്മൾ എക്സ് ആക്സിസിന് പാരലലായിട്ട് ഏത് ലൈന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അത് ഗ്രാഫിന് ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുള്ളൂ. സോ ജോമെട്രിക്കലി നമ്മൾ പറഞ്ഞ കാര്യത്തിന് മാത്തമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ്.
So let us have an example. Verify that f of x equal to x square plus x has an inverse if f is defined on closed interval minus 1 by 2 open infinity. സോ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഒന്ന് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നമുക്കറിയാം ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആയതുകൊണ്ട് അതൊരു ഓൾജിബ്രായിക് ഫംഗ്ഷനാണ്. So we can easily find the derivative of the function, that is it is differentiable and f dash x equal to 2x plus 1. ഡിഫറൻഷ്യബിൾ ആയുള്ള ഒരു ഫംഗ്ഷൻ എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂയിറ്റി എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം തന്നെ ഇത് ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് അത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അത് കണ്ടിന്യൂസ് ആണ്. നമുക്ക് ആവശ്യമുള്ളത് ക്ലോസ്ഡ് മൈനസ് ഇൻഫിനിറ്റി ഓപ്പൺ ഇൻഫിനിറ്റി മൈനസ് 1 by 2 ഇൻഫിനിറ്റി എന്ന ഈ ഇൻ്റർവെല്ലിലെ കാര്യം മാത്രമാണ്. സോ സ്വാഭാവികമായും ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ ആ കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഓൺ മൈനസ് 1 by 2 ഇൻഫിനിറ്റി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ എല്ലായ്പ്പോഴും, ഈ ഇൻ്റർവെല്ലിൽ മൈനസ് 1 by 2 ഇൻഫിനിറ്റി എന്ന ഇൻ്റർവെല്ലിൽ എല്ലായ്പ്പോഴും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അത് ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത് എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആവുന്ന കേസിൽ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്നത്. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആവുന്ന കേസിലാണ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുന്നത്. സോ ഇവിടെ എഫ് ഡാഷ് എക്സ് എന്നത് പറയുന്നത് 2x plus 1 ആണ്. സോ 2x plus 1 എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. സോ ഫോർ ദാറ്റ് 2x ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -1 ഓർ x ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -1 by 2. എക്സ് ഗ്രേറ്റർ ദാൻ -1 by 2 ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. സോ ഇഫ് യു കൺസിഡർ ദ ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ -1 by 2 ഇൻഫിനിറ്റി, എക്സിൻ്റെ പോയിൻറ്റ്സ് വരുന്നത് -1 by 2 ശേഷമുള്ള പോയിൻറ്റ്സ് മാത്രമേ ഈ ഇൻ്റർവെല്ലിൽ വരുന്നുള്ളൂ. ഈ ഇൻ്റർവെല്ലിൽ എല്ലായിടത്തും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. സോ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഇൻ ദ ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ -1 by 2 ഇൻഫിനിറ്റി. സോ ബൈ ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ് f has an inverse defined on -1 by 2 infinity. സോ ഒരു ഫംഗ്ഷൻ തന്നിരുന്നാൽ അത് ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെല്ലിൽ അത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കണം എന്നും ഫംഗ്ഷൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഒന്നുകിൽ എല്ലായ്പ്പോഴും ഇൻക്രീസിങ് ആവുക അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഡിക്രീസിങ് ആവുക. ആൻഡ് നൗ വി ഹാവ് അനദർ റൂൾ, ഇറ്റ് ഈസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ റൂൾ. ടു ഡിഫറൻഷിയേറ്റ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ g equal to f inverse at y, take the reciprocal of the derivative of the given function at x equal to f inverse y. അതായത് നമുക്ക് y equal to f of x എന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് പറയുന്നത് എഫ് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. d by dx of f inverse at some point y. y എന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും എന്നാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയുള്ള എഫ് ഇൻവേഴ്സ് വൈ എന്താണ് എന്ന് ആദ്യം കണ്ടുപിടിക്കുന്നു. ഇവിടെ എഫ് ഇൻവേഴ്സിനെ നമ്മൾ ജി എന്ന് പേരിട്ട് വിളിക്കുകയാണെങ്കിൽ സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് ജി ഡാഷ് ഓഫ് വൈ. എഫ് ഇൻവേഴ്സ് ഡാഷ് വൈ ആണ് കാണേണ്ടത്, അതായത് ജി ഡാഷ് വൈ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എഫ് ഇൻവേഴ്സ് വൈ കണ്ടുപിടിക്കുന്നു. എഫ് ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് ജി ഓഫ് വൈ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജി ഡാഷ് വൈ ആണ്. നമ്മൾ എഫ് ഇൻവേഴ്സ് വൈ കണ്ടാൽ അതിനെ നമുക്ക് ജി ഓഫ് വൈ എന്ന് വിളിക്കാം. നൗ ജി ഡാഷ് വൈ ആണ് കാണേണ്ടതെങ്കിൽ ബൈ ഫോർമുല ഇറ്റ് ഈസ് 1 by എഫ് ഡാഷ് ഓഫ് ജി ഓഫ് വൈ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ച ശേഷം ആ എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ജി ഓഫ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ ഫോർമുലയിൽ പറഞ്ഞിരിക്കുന്നത്. ജി ഡാഷ് വൈ ഈക്വൽ ടു 1 divided by എഫ് ഡാഷ് ഓഫ് ജി ഓഫ് വൈ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്കൊരു എക്സാമ്പിളിലൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5 plus x. Show that f has an inverse on -2, 2. What is the domain of this inverse? സോ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5 plus x ആണ്. ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനല്ല നമ്മളോട് പറഞ്ഞത്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യാനാണ്. ഇപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -2, 2 കണ്ടിന്യൂസ് ആണ് എന്ന് ആദ്യം നമ്മൾ പറയണം.
അതിനായി നമ്മൾ പറയുന്നത് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 5x⁴ ആണ്. അതായത് ഇത് ഡിഫറൻഷ്യബിൾ ആണ്, ഒരു ആൾജിബ്രായിക് ഫംഗ്ഷൻ ആയതുകൊണ്ട്. Therefore the function is continuous in -∞, ∞. Therefore it is continuous in closed interval -2, 2. -2, 2 എന്ന് പറഞ്ഞ ക്ലോസ്ഡ് ഇൻ്റർവൽ -∞, ഇൻഫിനിറ്റിയിലുള്ള ചെറിയൊരു പാർട്ട് മാത്രമാണ്. സോ ഫംഗ്ഷൻ is continuous in -2, 2. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഫംഗ്ഷൻ ഓപ്പൺ ഇൻ്റർവൽ -2, 2 എല്ലായ്പ്പോഴും ഇൻക്രീസിങ് ആണോ അല്ല എല്ലായ്പ്പോഴും ഡിക്രീസിങ് ആണോ എന്നാണ്. -2 മുതൽ 2 വരെയുള്ള വാല്യൂസ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ -2⁴ ആണ് ഇവിടെ എടുക്കുന്നത്. സോ എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ മാത്രമേ -2 നെഗറ്റീവ് നമ്പർ ഏത് എക്സിന് കൊടുത്തു കഴിഞ്ഞാലും ⁴ ആകുമ്പോൾ ഒരു പോസിറ്റീവ് നമ്പറായിട്ട് മാറും. സോ ഇവിടെ -2 മുതൽ 2 വരെയുള്ള ഏത് റിയൽ നമ്പർ എടുത്താലും എഫ് ഡാഷ് എക്സ് >0 ആയിരിക്കും. Therefore the function is increasing in open interval -2, 2. So function closed interval -2, 2 continuous ആണ്, open interval -2, 2 always increasing ആണ്. Therefore we can conclude that f has an inverse on -2, 2. And what will be the domain of this inverse? Function increasing ആയതുകൊണ്ട് domain of the inverse is closed interval f of -2, f of 2. ക്ലോസ്ഡ് ലെവൽ എ ബി ആണെങ്കിൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബി അതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ വരിക. ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെങ്കിൽ എഫ് ഓഫ് ബി എഫ് ഓഫ് എ എന്ന് എഴുതണമായിരുന്നു. ഇവിടെ എഫ് ഓഫ് എ എഫ് ഓഫ് ബി ആണ് നമ്മുടെ ഡൊമെയിൻ. സോ വാട്ട് ഈസ് എഫ് ഓഫ് -2? എഫ് ഓഫ് -2 is -2⁵ plus -2. So it is -32 -2, that is -34. And f of 2 is 2⁵ plus 2, that is 34. Therefore the domain is closed interval -34, 34. So the function is invertible and the domain of the inverse is closed interval -34, 34. Now B part is show that f has an inverse on -∞, ∞. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ആർഗ്യുമെൻറ്റ് തന്നെ മതിയാകും. ഫംഗ്ഷൻ -∞, ഇൻഫിനിറ്റിയിൽ കണ്ടിന്യൂസ് ആണ്, കാരണം അത് ഡിഫറൻഷ്യബിൾ ആണ്. ഓൾസോ എഫ് ഡാഷ് എക്സ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ബി പാർട്ടിൽ നമുക്ക് പറയാവുന്നത് എഫ് ഡാഷ് എക്സ് ഇസ് >0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു -∞, ∞. ഫോർ ദ ഫംഗ്ഷൻ ഇസ് ഓൾവേസ് ഇൻക്രീസിങ് ആൻഡ് സോ ഇറ്റ് ഹാസ് ആൻ ഇൻവേഴ്സ് ഓൺ -∞, ∞. Finally, C part says that we have to find what is f inverse 2. f inverse 2 കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാണേണ്ടത് ഈ ഫംഗ്ഷനിൽ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ആൻസർ എനിക്ക് 2 എന്ന് ലഭിക്കുന്നത്. അതായത് എഫ് ഓഫ് എക്സ് = 2 ആവുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്, എഫ് ഇൻവേഴ്സ് 2 = എക്സ് എന്ന് പറയുന്നത്. സോ ഈ എഫ് ഇൻവേഴ്സ് 2 ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിന് എന്ത് വാല്യൂ കൊടുത്താലാണ് നിങ്ങൾക്ക് ആൻസർ, ഇതിൽ കാണുന്ന എഫ് ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ്റെ ആൻസർ 2 എന്ന് ലഭിക്കുന്നത്. ക്ലിയർലി എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് 1 എന്നത് 1⁵ plus 1, that is equal to 2 എന്ന് ലഭിക്കും. Therefore we can conclude that f inverse of 2 = 1. കാരണം എക്സിന് 1 കൊടുക്കുമ്പോഴാണ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആയിട്ട് മാറുന്നത്. Therefore f inverse 2 = 1. Finally we are asked to find f inverse dash of 2. ഇവിടെയാണ് മുമ്പ് നമ്മൾ പറഞ്ഞ ഇൻവേഴ്സ് ഫംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ എഫ് ഇൻവേഴ്സ് ഡാഷ് ഓഫ് 2 ആണ് നമുക്ക് കാണേണ്ടത്. അത് എഫ് ഇൻവേഴ്സിനെ നമുക്ക് ജി എന്ന് വിളിക്കാം. സോ വി ഹാവ് ടു ഫൈൻഡ് ജി ഡാഷ് ഓഫ് 2. സോ ബൈ ഫോർമുല ജി ഡാഷ് ഓഫ് 2 = 1/f ഡാഷ് ഓഫ് ജി ഓഫ് 2. ഈ ഫോർമുലയാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. ജി ഡാഷ് ഓഫ് 2 is 1/f ഡാഷ് ഓഫ് ജി ഓഫ് 2. ജി ഡാഷ് ഓഫ് y ആണെങ്കിൽ 1/f ഡാഷ് ഓഫ് ജി ഓഫ് y. സോ നമ്മളിവിടെ എന്തെല്ലാം കണ്ടുപിടിക്കേണ്ടതുണ്ട്, ജി ഓഫ് 2 കണ്ടുപിടിക്കേണ്ടതുണ്ട്, എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x⁵ plus x ആണ്. സോ വാട്ട് വിൽ ബി എഫ് ഡാഷ് എക്സ്? എഫ് ഡാഷ് എക്സ് = 5x⁴ plus 1. ആൻഡ് വാട്ട് ഈസ് ജി ഓഫ് 2? നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ജി ഓഫ് 2 എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. ജി എന്ന് പറഞ്ഞത് എഫ് ഇൻവേഴ്സ് ആണ്, അതിനെയാണ് നമ്മൾ ജി എന്ന് വിളിച്ചിരിക്കുന്നത്. സോ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് 2 മീൻസ് ദാറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് 2. തൊട്ട് മുമ്പ് നമ്മളത് 1 ആണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ വി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. Therefore g dash of 2 = 1 divided by f dash of 1. g of 2 എന്നത് 1 ആണ്. സോ വി just substitute here. So this equal to 1/f
എഫ് ഡാഷ് എക്സ് എന്നത് 5x⁴ പ്ലസ് 1 ആണ്. അപ്പോൾ എഫ് ഡാഷ് 1 എന്ന് പറയുന്നത് 5 × 1⁴ പ്ലസ് 1 എന്ന് ലഭിക്കും, അതായത് 1/6. Therefore g dash of 2 equal to 1/6. സോ ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കാണാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജി ഡാഷ് ഓഫ് വൈ ഈക്വൽ ടു ജി ഡാഷ് ജി എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ആണ്. ജി ഡാഷ് വൈ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് വൈ. ഈ ഫോർമുല ഓർത്ത് വയ്ക്കുക. ഈ വൈക്ക് ഏത് പോയിന്റിലാണോ നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞത് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനായി നമ്മൾ കാണേണ്ടി വരിക തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൽ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കേണ്ടി വരും. അതിനുശേഷം ഏത് പോയിന്റിലാണോ നമുക്ക് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് കാണേണ്ടത് ആ പോയിന്റിലുള്ള ഇൻവേഴ്സിൻ്റെ വാല്യൂ കാണേണ്ടി വരും. അതായത് ജി ഡാഷ് ഓഫ് 2 ആണ് നമുക്ക് കാണേണ്ടതെങ്കിലും നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ജി ഓഫ് 2 കണ്ടുപിടിച്ചാൽ മതി. ആ ജി ഓഫ് 2 ആണ് ഇവിടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ദ പ്രോബ്ലം, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ - 4x² + 1. Find an interval containing 1 on which f is invertible. Denote the inverse by g. ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവാനുള്ള കണ്ടീഷൻസ് നമുക്കറിയാം. നമ്മൾ ഓരോ കണ്ടീഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഓൺ -∞. ഇതൊരു ആൾജിബ്രായിക് ഫംഗ്ഷൻ ആണ്. എല്ലായ്പ്പോഴും ഇത് ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ -∞. ഇനി ഫംഗ്ഷൻ ഓൾവേസ് ഇൻക്രീസിങ് ആവുക അല്ലെങ്കിൽ ഓൾവേസ് ഡിക്രീസിങ് ആവുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് നോക്കാം. For that we find f dash x. f dash x equal to 3x² - 8x. 3x² - 8x greater than 0 means we take x as a common factor. x into 3x - 8 greater than 0. ഇത് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആവണമെങ്കിൽ ഒന്നുകിൽ രണ്ട് നമ്പേഴ്സും പോസിറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആയിരിക്കണം. രണ്ടും പോസിറ്റീവ് ആവുന്ന കേസിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് 3x - 8 greater than 0. 3x - 8 greater than 0 means that x greater than 8/3. Okay, and here രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി ഉള്ളത് x less than 0 and 3x - 8 also less than 0. That means that here x less than 8/3. അപ്പോൾ ആദ്യത്തെ കേസ് എടുത്താൽ എക്സ് 0യേക്കാൾ വലുതായിരിക്കണം, 8/3യേക്കാൾ വലുതായിരിക്കണം. 0നേക്കാൾ വലുതാവുക, 8/3യേക്കാൾ വലുതാവുക. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് സംഭവിക്കണമെങ്കിൽ 8/3യേക്കാൾ വലുതായിരിക്കണം. സോ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 8/3. ഇതിന് പകരം നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 8/3 എന്ന് എഴുതാം. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കണം, എക്സ് ലെസ് ദാൻ 8/3യും ആയിരിക്കണം. ലെസ് ദാൻ 0യും ലെസ് ദാൻ 8/3യും രണ്ടും ഒന്നിച്ച് പോസിബിൾ ആവണമെങ്കിൽ എക്സ് ലെസ് ദാൻ 0 ആയിരിക്കണം. സോ രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 8/3 ആകുമ്പോഴും എക്സ് ലെസ് ദാൻ 0 ആകുമ്പോഴുമാണ്. The function is increasing on this interval is -∞ 0. This interval is 8/3 infinity. ഈ രണ്ട് ഇൻ്റർവെൽസിലാണ് ഫംഗ്ഷൻ ഓൾവേസ് ഇൻക്രീസിങ് ആവുന്നത്. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ആൻ ഇൻ്റർവെൽ കണ്ടെയ്നിങ് 1 ഓൺ വിച്ച് ഫംഗ്ഷൻ ഇസ് ഇൻവേർട്ടബിൾ എന്നാണ്. സോ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്ന ഈ രണ്ട് ഇൻ്റർവെല്ലിലും 1 ഒരു പോയിൻ്റായിട്ട് ഉൾക്കൊള്ളുന്നില്ല. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെൽ ഏതായിരിക്കും? ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ് ഓൺ, ഈ ഇൻക്രീസിങ് അല്ലാത്ത പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ബാക്കിയുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞത് എക്സ് ലെസ് ദാൻ 0 ആവുന്ന ഇൻ്റർവെല്ലും നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞു, ഗ്രേറ്റർ ദാൻ 8/3 ആവുന്ന ഇൻ്റർവെല്ലും പറഞ്ഞു കഴിഞ്ഞു. ബാക്കി വരുന്നത് 0 മുതൽ 8/3 വരെയുള്ള പോർഷനാണ്. സോ ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ് ഓൺ 0, 8/3. ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ 1 കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് invertible in the interval 0, 8/3. Actually it is closed interval 0, 8/3 and which contains 1. ആക്ച്വലി ഈ ഇൻ്റർവെല്ലിലും ഒക്കെ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ്. പക്ഷേ 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെല്ലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഡിക്രീസിങ് ആവുന്ന കേസ് കൂടെ പരിഗണിച്ചു. സോ ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ്, അത് 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെല്ലുമാണ്. നൗ ഡിനോട്ട് ദ ഇൻവേഴ്സ് ബൈ ജി. അതായത് നമ്മൾ ആ കണ്ടുപിടിച്ച ഫംഗ്ഷൻ, നമ്മൾ ഫംഗ്ഷൻ ഏതാണ് ഇൻവേഴ്സ് എന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ആ ഇൻവേഴ്സിനെ ജി എന്ന് വിളിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നോ വി ഹാവ് ടു കമ്പ്യൂട്ട് ജി ഓഫ് -7 ആൻഡ് ജി ഡാഷ് ഓഫ് -7. ജി ഓഫ് -7 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഫംഗ്ഷനിൽ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് -7 എന്ന ആൻസർ വരുന്നത്. സോ ആർബിട്രറി ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം.
ഫംഗ്ഷന് ഞാൻ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2 ക്യൂബ് 8 ആണ്. 8 മൈനസ് 4 ഇൻറ്റു 2 സ്ക്വയർ, that is minus 16, plus 1, that is 9 minus 16, it is minus 7. സോ ആർബിട്രേറ്റ് വെറുതെ ഒരു വാല്യൂ കൊടുത്ത് നോക്കിയതായിരുന്നു. അപ്പോൾ ആൻസർ -7 എന്ന് ലഭിക്കുന്നുണ്ട്. സോ എക്സിന് നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ -7 ആണ് ലഭിക്കുന്നത്. അതായത് f(2) എന്ന് പറയുന്നത് -7 ആണ്. അതുകൊണ്ട് f ഇൻവേഴ്സ് ഓഫ് -7 എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതായത് എഫ് ഇൻവേഴ്സിനെ നമ്മൾ g എന്ന് വിളിച്ചാൽ g ഓഫ് -7 ഈക്വൽ ടു 2. Now I have to find g dash of -7. The formula is 1 divided by f dash of g of -7. Okay, so this is equal to 1 divided by, and what is f dash x? f of x നമുക്ക് തന്നിട്ടുണ്ട്. f dash x is 3x square minus 8x. So നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this is equal to 1 divided by f dash xൽ xന് പകരം 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So 3 into 2 square minus 8 into 2. So this is equal to 1 divided by 12 minus 16. So this is 1 by minus 4, or this is equal to minus 1 by 4. അതുപോലെ ഇത് നമ്മൾ ചെയ്തത് ബി പാർട്ടായിരുന്നു. ആൻഡ് വാട്ട് ഈസ് എ ഡൊമെയിൻ ഓഫ് ജി? ഡൊമെയിൻ ഓഫ് ജി ഇസ് എഫ് ഓഫ് ബി എഫ് ഓഫ് എ. കാരണം നമ്മൾ ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുന്ന കണ്ടീഷൻ എടുത്തിട്ടാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. സോ നമ്മളെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0, 8/3 എന്ന ഇൻ്റർവെൽ ആയിരുന്നു. സോ ഇതാണ് എ, ഇതാണ് ബി എന്ന് പറയുന്നത്. സോ നമ്മൾ ജിയുടെ ഡൊമെയിൻ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടി വരിക ഇറ്റ് ഈസ് എഫ് ഓഫ് 8/3, എഫ് ഓഫ് 0. സോ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം 8/3ഉം എക്സിന് പകരം 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻ്റർവെൽ കണ്ടുപിടിക്കാം. So the corresponding interval is -229/27, 1. So the domain of G is this interval.